ചെയ്തത് നല്ല ദൈവാനുഗ്രഹം കായ ചേച്ചി. കൊച്ചു ഇന്നലെയാണോ ഒന്ന് ഉറങ്ങിയത് കുറേ ദിവസത്തിന് ശേഷം. അയ്യോ അത് ചേച്ചി കുറച്ച് വേസ്റ്റാ. അത് പറയുന്നതൊക്കെ ശരിയാ ചേച്ചി. ഈ കുഞ്ഞു കൊച്ചിനെ വെച്ച് ഞാനിത് എന്ത് ചെയ്യാനാ? ഹരിതകർമ്മസേന കൊണ്ടുപോകണമെങ്കിൽ അവർ കഴുകി ഉണക്കി കൃത്യമായിട്ട് കൊടുക്കണം. അതിനൊക്കെ എനിക്ക് ഈ കൊച്ചിനെ വെച്ചോണ്ട് എവിടെ ചേച്ചി സമയം? ഇനി അത്ര നിർബന്ധമാണ് ചേച്ചി എടുത്തു കളിച്ചു. ഓ ശരി. ഹലോ മനുഷ്യ, കുറെ നേരമായല്ലോ. എന്തായാലും പ്രശ്നമില്ല. ബിന്ദു ചേച്ചി പറയുന്നത് എന്നെ ഉപദേശിക്കാൻ നടക്കുക. വേസ്റ്റ് ഇങ്ങനെ ഇടാൻ പാടില്ല, അവിടെ കൊണ്ടുവരണം, ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ഈ കുട്ടിനെ വെച്ചോണ്ട്. അല്ലെങ്കിൽ ആ ബിന്ദു ചേച്ചി പറയുന്നത് ശരിയല്ലേ? ആ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിന്ദു ചേച്ചിയോട് കുറച്ച് ഇളക്കം കൂടുതലാണ്. എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. സമാധാനം ഇന്നാ അടിച്ചോണ്ട് നേരത്തെ കഴിഞ്ഞു തോന്നുന്നു. മൂന്നാം ദിവസം സുഷമിയോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇത് വീണ്ടും വേസ്റ്റ്. ഇനി ഇത് ആരെങ്കിലും ഹെൽത്തി എന്നൊക്കെ വന്ന് കണ്ടിട്ട് അവളോട് പറയട്ടെ, അവള് തന്നെ എടുത്ത് മാറ്റട്ടെ. ഹലോ അറിയില്ല സാർ, ഇവളെപ്പോഴും ആ വേസ്റ്റ് കൊണ്ടേട്ടെ അപ്പുറത്താ മതില്ല, പക്ഷെ എപ്പോഴും കളയാൻ പറ്റും. എന്നെ കുറ്റം പറയുള്ളതാണ് സാറേ. സാറ് തന്നെ ഒന്ന് കാണി. ഈ കുഞ്ഞു കൊച്ചിനെയും വെച്ച് ഞാൻ എന്തൊക്കെ ചെയ്യാനാ? എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നുണ്ടോ? ഇനി ഇത് മാത്രമല്ല, പഞ്ചായത്തിന് ഒരുപാട് അധികാരങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് എങ്ങനെ ചെയ്താൽ ഫൈനലാക്കാൻ പറ്റും. അപ്പൊ ആദ്യ ഘട്ടങ്ങളിൽ പറയുകയാണ്, ഇനി വെറുതെ ഇങ്ങനെ താഴെയിട്ട് വേസ്റ്റ് എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വേണ്ടത് ഒരുപാട് പേര് കത്തിച്ചേക്കാണ് നാട്ടിലൊക്കെ. ഞാൻ അത്രയൊന്നും കത്തിക്കാറില്ല. അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഒരു പാലിന്റെ കവർ അവിടെ തന്നാലും പിടിക്കുള്ളൂ. കത്തിക്കാൻ പാടുണ്ടോ? ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ, ഹരിതകർമ്മസേന വരുന്നതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത് ചെയ്ത് കൃത്യമായിട്ട് ഇതൊരു വാണിംഗായിട്ട് തന്നെ കൊടുക്കുന്നത്. ആ മനുഷ്യ കാണാനല്ല, നിങ്ങൾ കാണിക്കുന്നില്ല. എനിക്ക് സമയമൊന്നുമില്ല. നിനക്ക് എപ്പോഴും ഈ കുട്ടീനെ ഒക്കത്തെ വെച്ച് നടക്കാൻ തന്നെ സമയമുള്ളൂ. അതിലൊന്ന് താഴെ വെക്കും, അല്ലെങ്കിൽ തൊട്ടിയിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് അവനൊക്കെ പറയാം, 10 വർഷം കാത്തിരുന്ന് കിട്ടിയ ഓമന മുത്ത ഇതിന് കയ്യിൽ നിന്ന് വെക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ വല്ല കാര്യവും പറയാം മനുഷ്യ. 7 ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിക്കുട്ടാ കൊഞ്ഞേ എന്ത് കൊടുക്ക ഇത്? രാജേഷേട്ടാ, രാജേഷേട്ടാ, ആ കൊതുകിന്റെ ബാറ്റ് ഒന്നുകൂടി കൊണ്ടുവരുമോ? ടെന്നീസ് കളിക്കുന്നല്ല, കൊതുകിന്റെ. എന്റെ കൊച്ചിന്റെ എനിക്ക് കൊതു കളിച്ചിട്ട് വയ്ക്കാം. എന്തൊരു കൊതുക ഇത്? ഇതാണ് ചാർജിൽ വെച്ചിട്ടില്ല അല്ലെങ്കിൽ എല്ലാത്തിനും എന്റെ കൈ എത്തണം. കുട്ടീനെ താഴെ വെക്കും, എന്നാലേ കൈ അവിടെ എത്തുള്ളൂ. എന്തത്ര വാശി എന്റെ കുട്ടിയെ? കൊറേ നേരമായിട്ട് കുട്ടി കരയാൻ തുടങ്ങിയിട്ട് എന്താ അവിടെ? എപ്പോഴെങ്കിലും കേട്ടല്ലോ.
രാജേഷേട്ടാ കുറച്ച് നെയ്യാൻ മേലിൽ ആയിരിക്കുന്ന പോലെ ഒന്ന് നോക്ക്. അതെ നോക്കട്ടെ. അയ്യോ നല്ല പനിയുണ്ടല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ശരി നമുക്ക് ആലോചിക്കാനില്ല, എന്തായാലും ആശുപത്രി കൊണ്ടുപോകാം. നമുക്ക് എന്നാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോവാട്ടോ. ശരി പോവാം. എന്നാ തൊപ്പിയൊക്കെ എടുത്ത് നോക്കിയേ. ഞാൻ അടിച്ചു തരാം, നീ അവിടെ നിന്നോ. ആ ഇവിടെ ഉണ്ട്. ഒന്ന് വണ്ടി എടുത്ത് വേഗം. ആകെ ടെൻഷനായി, കയ്യും പല പറക്കും. ഞാൻ പിടിക്കാൻ കൊച്ചിനെ. വേണ്ട വേണ്ട, വണ്ടി എടുത്ത് നല്ല പനി വേണം, നല്ല തലവേദന ഉണ്ട് തോന്നുന്നു. ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. നല്ല തൊട്ടാണ് നല്ല പനി കണ്ടത്. ഡോക്ടറെ ഒന്ന് നേരെ നോക്കൂട്ടോ, കുട്ടിക്ക് പനി വിടുന്നേ ഇല്ല. 1 വയസ്സാവാറായല്ലോ. പിന്നെ കഴിക്കുമ്പോ ഇങ്ങനെ ഓക്കാനം പോലെ തോന്നുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് നല്ല കുറവാണ്. ക്ഷീണമുണ്ട്, കളിക്കണമൊന്നുമില്ല. ഭക്ഷണം കൊടുക്കുമ്പോ അങ്ങനെ ഒരു ഓക്കാനം പോലെ തോന്നും. വിട്ട് വിട്ടിട്ടാണ് പനിക്കണതേ. ഡോക്ടർ ഒന്ന് നോക്കൂട്ടോ, നേരെ നോക്കട്ടോ. അത് കൊതുക് എടുത്തിട്ടാ തോന്നുന്നത്. എന്റെ മേത്തും ഉണ്ട്, തടതിയൊക്കെ ഉണ്ട്. കൊതുകിന്റെ ആണ്, അല്ലാതെ വേറൊന്നുമില്ല. എന്താ ഡോക്ടറെ? വെള്ളം കെട്ടിക്കിടക്കുന്നതില്ലേ, ഞങ്ങളെ പാട്ടേരി വെള്ളം കുറേ ചോദിക്കാറുണ്ട്. വെള്ളമില്ല, അവിടെ അലത്തിന് പ്രശ്നം. ആ വെള്ളത്തിലൊക്കെ കൊതുകുകളൊക്കെ കുറച്ചെടുത്തിരിക്കുക അങ്ങനെ ആ ഒരു കാലത്തായിരിക്കും. കുട്ടികളൊക്കെ ആണെങ്കിൽ ഇമ്മ്യൂൺ പവർ കുറവായിരിക്കും, പ്രതിരോധശേഷി കുറവുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ ആൾക്കാരായാലും രോഗങ്ങൾ വരാം. കുട്ടികൾക്ക് പെട്ടെന്ന് വരും. അപ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മരുന്നുകൾ എഴുതാം. ഏത് മെഡിസിൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാരസെറ്റാമോൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ടായിരുന്നു. അത് ചെയ്യാം. കുറച്ച് ബ്ലഡ് ടെസ്റ്റിനൊക്കെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. എന്നത് ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും കാണിക്കണം കേട്ടോ. ഇവിടെ തന്നെ ഉണ്ട്. ഫീസ് എത്രയാണ്? ഫീസ് 400 ബാക്കി ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് റിപ്പോർട്ട് എന്തായാലും കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. ബ്ലഡ് ടെസ്റ്റിന് ടെസ്റ്റിന് എല്ലാം കൂടി ഒരു 1000 രൂപയോട് ആവശ്യമുണ്ട്. എന്തായാലും ചെയ്യാൻ നോക്കാലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിനോട്. തെറ്റ് പറ്റില്ല ചേട്ടാ. മനുഷ്യന്മാർക്ക് ഒരു പ്രാവശ്യമല്ലേ ജീവിതത്തിൽ തെറ്റ് പറ്റുള്ളൂ. വെയിറ്റ് അപ്പുറത്തും ഇപ്പുറത്ത് വലിച്ചെറിയുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ബ്ലഡ് ടെസ്റ്റിന് ശേഷം കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ഡെങ്കു പോസിറ്റീവാണ് കാണിക്കുന്നത്. കഴിക്കാൻ നന്നായിട്ട് പോസിറ്റീവ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അഡ്മിറ്റ് ആവേണ്ടി വരുമോ? അഡ്മിറ്റ് ആവേണ്ടി വരും. ഡോക്ടർ അഡ്മിറ്റ് ആക്കാതെ മരുന്ന് തന്നിട്ട് നോക്കിയിട്ട് പോരെ. മരുന്ന് നിങ്ങൾ വീട്ടിൽ പോയാലും ഇങ്ങനെ തന്നെയല്ലേ നോക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അധികം നമ്മൾ നന്നായി കെയർ ചെയ്യാൻ പറ്റും. വീട്ടിലാണെങ്കിൽ അത്ര സൗകര്യം കുറവ്. ഒരു 3 ദിവസമൊക്കെ എന്തെങ്കിലും ഡോക്ടറെ ഒന്ന് അഡ്മിഷനൊക്കെ ഒഴിവാക്കി തരും. അഡ്മിഷൻ നമുക്ക് എന്താ പറയുക, കൂടെ നിൽക്കാൻ വേറെ ആരുമില്ല. എനിക്ക് ജോലിയുള്ളതാണ്. അപ്പം തൽക്കാലം ഒരു കുട്ടിയുടെ കാര്യമില്ലേ, നമ്മളത് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. ഈ അഡ്മിറ്റ് ആക്കുമ്പോൾ കുറേ പൈസ ആവില്ലേ ഡോക്ടറെ? പൈസ അത് ഓരോ ഡോക്ടറിന് അങ്ങനെ നേഴ്സസ് അങ്ങനെയൊക്കെ കുറച്ചൊരു റെന്റും എല്ലാം കൂടി കുറച്ചാവും. നിങ്ങൾ പൈസയുടെ വിചാരിച്ചിട്ട് ഇതൊരു ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ നമ്മൾ കുട്ടിയുടെ കാര്യത്തിലായിട്ട് അധികം അങ്ങനെ പരീക്ഷയൊക്കെ കഴിക്കണ്ടല്ലോ. ശരി ഡോക്ടറെ. ചെറുതായിട്ടൊന്ന് നേഴ്സസ് സ്റ്റേഷനിൽ പോകണം. സിസ്റ്റർമാരുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യേണ്ട. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണ്. ടൈമാണെങ്കിൽ ഡെങ്കിപ്പനി വന്നാൽ കൊതുകുകൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. ആ കൗണ്ട് എല്ലാ ദിവസവും നോക്കുമ്പോൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനായിട്ട് ശരി ഡോക്ടറെ. ചേട്ടാ ഒന്നും പറയണ്ട. എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, കണ്ണവന്റെ തൊട്ടിലേക്ക് വേസ്റ്റ് വെച്ചറിയുമ്പോൾ ചെയ്തത് തെറ്റാന്ന് മനസ്സിലായി ചേട്ടാ. ഇനി മുതൽ ഞാൻ എന്തൊക്കെ പണി എന്തൊക്കെ ഇട്ടിട്ടാണെങ്കിലും ഞാൻ എന്റെ വേസ്റ്റ് വീടിന് ചുറ്റും വെച്ചറിയാതെ കൃത്യമായിട്ട് അത് കഴുകി പാലിന്റെ കവറൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ എന്തായാലും അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഹരിതകർമ്മസേനയിൽ തന്നെ കറക്റ്റായിട്ട് എഴുതിക്കും.
എന്തായാലും എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇത്തിരി കഷ്ടപ്പെടാൻ തയ്യാറാ. ഞാൻ ഈ മൊബൈലുകളിലൊക്കെ കുറച്ച് ഇനി അതിനെ ഞാൻ ശ്രദ്ധിക്കാൻ പോകും. സ്റ്റാറ്റസ് കണ്ടോണ്ടിരിക്കും വീടൊക്കെ കണ്ടവരെ വൃത്തിയാക്കണം. ഈ ഏട്ടാ ഇനി ഞാൻ ചെയ്യില്ല. എന്റെ കുട്ടിയാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ എന്റെ കുട്ടിക്കും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടി വീടും പരിസരവും നല്ല വൃത്തിയാക്കി വെക്കും. എന്റെ എത്ര ദിവസത്തെ കഷ്ടപ്പാടാ, ജോലി വരെ മുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി വെക്കും. നിങ്ങളും ചെയ്യുമല്ലോ.